ഹായ്, ഞങ്ങളൊരു രാമേശ്വരം ട്രിപ്പ് പോയി. ഞങ്ങൾ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവരും കൂടിയിട്ടാണ് പോയത്. അത് രാത്രി ട്രെയിനിൽ കയറി നെക്സ്റ്റ് ഡേ അവിടെ ഉച്ചയ്ക്ക് എത്താൻ പാകത്തിനാണ് പോയത്. അങ്ങനെ പോകുന്ന വഴിക്ക് കടലിൽ കൂടെ ഉള്ള ഒരു പാലമുണ്ടല്ലോ, പ്രസിദ്ധമായ പാമ്പൻ പാലം. പാമ്പൻ പാലം ഇതുവരെയും കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം അതൊന്ന് നേരിട്ട് കണ്ട് അതിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റി. ഇതാണ് ആ പാമ്പൻ പാലം. ഇവിടുന്ന് ആദ്യമായിട്ട് കാണുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കടലിൻ്റെ നടുക്ക് കടലിൽ കൂടെ ഒരു പാലം എന്ന് പറയുന്നത് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തന്നെയാണ്. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളവിടെ എത്തി കഴിഞ്ഞിട്ട് നേരെ റൂമിൽ പോയി ഫ്രഷായി നേരെ ധനുഷ്കോടിക്ക് വിട്ടു. പോകുന്ന വഴി 1-2 അമ്പലങ്ങൾ കാണാനുണ്ട്. അമ്പലങ്ങളെന്ന് പറഞ്ഞാൽ രാമാർപാദം, പിന്നെ ഒരു ഹനുമാൻ്റെ അവിടെ. പക്ഷെ അവിടെ ഒന്നും ഫോട്ടോ എടുക്കാൻ പറ്റില്ല, റെസ്ട്രിക്റ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ധനുഷ്കോടി എത്തി. ധനുഷ്കോടി പോകുമ്പോൾ നല്ല രസമാണ്. അപ്പുറം കടലാണ്. ഒരു കടൽ അടിച്ച് കയറി തിരയൊക്കെ ആയിട്ട് വരുന്നുണ്ട്, മറ്റേ കടൽ ശാന്തമായിട്ട് കിടക്കുക. അപ്പോൾ രണ്ടും കൂടി ചേരുന്ന ആ ഭാഗം കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അവിടെയൊക്കെ കണ്ട് ഫോട്ടോസും ഇതൊക്കെ എടുത്ത് തിരിച്ച് എല്ലാവർക്കും കടലിൽ ഇറങ്ങണം എന്ന് പറഞ്ഞ് കുറച്ച് നേരം അവിടെയൊക്കെ ചിലവഴിച്ച് സൂര്യാസ്തമയമൊക്കെ കണ്ട് നേരെ തിരിച്ചു പോന്നു. തിരിച്ചു പോരുമ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലേക്കാണ് പോയത്. രാമേശ്വരം അമ്പലത്തിൽ പോയി. അവിടെ പോയ ഒരു 6 അമ്പലം കേട്ടോ, കാണേണ്ട ഒരമ്പലം തന്നെയാണ്. അവിടെ നിന്ന് നേരെ തൊഴുത് എല്ലാവരും ഇറങ്ങി. ഒരു സ്ഥലത്ത് കൂടെ കയറി തിരിച്ചിറങ്ങാൻ വഴി അറിയാണ്ട് അപ്പുറത്തെ സ്ഥലത്ത് കൂടെ ഇറങ്ങി ചുറ്റിക്കറങ്ങിയിട്ടൊക്കെയാണ് വന്നത്. നല്ല രസമായിരുന്നു. പക്ഷെ അമ്പലം കാണാൻ 1-1.5 അമ്പലമായിരുന്നു. എന്തായാലും അതിൻ്റെ ആ ഒരു ഭംഗിയും എടുപ്പും അതിലുള്ള അവിടുത്തെ കാര്യങ്ങളെല്ലാം. ഉള്ളിലൊന്നും നമുക്ക് ഫോട്ടോസൊന്നും അലൗഡല്ല, ക്യാമറ അലൗഡല്ല. സോ പുറത്തുനിന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ പോയി ഫ്രഷായി നെക്സ്റ്റ് ഡേ നേരെ കലാം മ്യൂസിയത്തിൽ പോയി. അത്ര തന്നെ ഉണ്ടായുള്ളൂ. താങ്ക് യു.